നമസ്കാരം. എല്ലാവർക്കും ശിവപ്രിയ ജ്യോതിഷാലയ ചാനലിലേക്ക് സ്വാഗതം. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ലോട്ടറി ആണ്. എൻ്റെ ഇന്നത്തെ വിഷയം എല്ലാ ആഴ്ചയിലും ലോട്ടറി അടിക്കാവുന്ന നമ്പറുകൾ ഞാൻ ഇടാറുണ്ട്. പലർക്കും അടിച്ചതായിട്ട് അറിയാവുന്ന കാര്യവുമാണ്. ചിലരെന്നെ വിളിച്ച് പറയാറുമുണ്ട്, അടിച്ച നമ്പർ അടിച്ചിട്ടുണ്ട് എന്ന് എന്നെ വിളിച്ച് പറയാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്താണ് ഓരോ ആഴ്ചയിലും ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത്. അതായത് ഒറ്റക്ക നമ്പർ ഇടാറുണ്ട്, രണ്ടക്ക നമ്പർ ഇടാറുണ്ട്, മൂന്നക്ക നമ്പർ ഇടാറുണ്ട്, നാലക്ക നമ്പറും ഇടാറുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇടുന്നത് നാലക്ക നമ്പറാണ്. 5000 രൂപ ലോട്ടറി അടിക്കാവുന്ന നമ്പറാണ്. 5000 രൂപ ലോട്ടറി അടിക്കാവുന്ന നാലക്ക നമ്പറാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇപ്പൊ ഞാൻ ഇടുന്ന നമ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരക്കോ അതിന്റെ അവസാനം ഒരക്കം എടുക്കാം, അവസാനത്തെ രണ്ടക്കം എടുക്കാം, അവസാനത്തെ മൂന്നക്കം എടുക്കാം, അതല്ല നാലക്കം എടുക്കണമെങ്കിൽ അതും എടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഒരു നമ്പറാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോ ഈ ലോട്ടറി എന്നുള്ളത് ഒരു ഭാഗ്യമെന്നറിയാമല്ലോ. കാരണം ഇതൊരു ഭാഗ്യ പരീക്ഷണമാണ്. അപ്പൊ ഈ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇഷ്ടദേവതകളെയും കുടുംബദേവതകളെയും പ്രാർത്ഥിച്ചിട്ട് വേണം ലോട്ടറി എടുക്കാൻ. അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം നമ്മുടെ ദൈവങ്ങളെ മറന്നിട്ട് ഒരു കാര്യം ചെയ്യരുത്. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ദൈവാധീനം കിട്ടണം. അപ്പൊ അതുകൊണ്ട് ആ ലോട്ടറി എടുക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബദേവതയും അല്ലെങ്കിൽ ഇഷ്ടദേവതകളെയും ഒക്കെ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് ലോട്ടറി എടുക്കാം. കാരണം അവരുടെ കാരുണ്യം നമ്മൾക്ക് വേണം. അതിനു വേണ്ടിയാണ് അത് പറയുന്നത്. കാരണം ഒരു കുടുംബദേവത അറിയാതെ ആ കുടുംബത്തിൽ ഒരു കാര്യം നടക്കില്ല. അതുകൊണ്ടാണ് കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ അടിക്കണമെങ്കിൽ അടിക്കട്ടെ, മനസ്സില്ലാ മനസ്സോടെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ലോട്ടറി എടുത്താൽ അത് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. കാരണം ആ സമയത്ത് നമുക്ക് ചുറ്റും ഒരു നെഗറ്റീവ് എനർജി ഉള്ളതിന്റെ പേരിലാണ് നമുക്കത് കിട്ടാണ്ട് പോകുന്നത്. അപ്പോ ലോട്ടറി എടുക്കുമ്പോ മനസ്സില്ലാ മനസ്സോടെ എടുക്കരുത്. ഇത് എടുത്താൽ എനിക്ക് അടിക്കും എന്ന ഒരു പോസിറ്റീവ് എനർജി ആ എടുക്കുന്ന സമയത്ത് നിങ്ങളിൽ ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് മനസ്സുകൊണ്ട് നല്ലപോലെ ഒരു ചിന്ത വേണം, മനസ്സിൽ നല്ലൊരു ചിന്ത വേണം. ഈ ലോട്ടറി എനിക്ക് അടിക്കും എന്നുള്ള ഒരു മനസ്സിലെ നല്ലൊരു ചിന്തയോടുകൂടി വേണം ലോട്ടറി എടുക്കാൻ. എന്നാൽ മാത്രം നമ്മളുടെ ആ ഭാഗ്യദേവത നമ്മളെ കടാക്ഷിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള നമ്പറാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പരീക്ഷിക്കാവുന്ന ഒരു നമ്പർ കൂടിയാണ്. അല്ലാതെ ഇത് ഒരു പ്രത്യേക ആഴ്ചയിൽ മാത്രം തെരഞ്ഞെടുത്ത ഒരു നമ്പറല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആഴ്ചയിൽ പരീക്ഷിക്കാവുന്ന നമ്പറല്ല. ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പർ പരീക്ഷിക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നമ്പറിലേക്ക് കടക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ തയ്യാറാകണം. കാരണം നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബറും ഒക്കെ കിട്ടിയാൽ മാത്രം എൻ്റെ ചാനലിന് അതൊരു പ്രയോജനമാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ
പരമാവധി എൻ്റെ ചാനൽ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു പ്രചോദനവും കൂടി കൊടുക്കണം. നിങ്ങൾ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് നല്ല കാര്യമാണ്. അവർക്കും കൂടി അറിയാൻ സാധിക്കും ഇതിലെ വിഷയങ്ങൾ. അപ്പൊ ഞാൻ ഇതിലേക്ക് കടക്കാം, വീഡിയോയിലെ മറ്റേ നമ്പറിലേക്ക് കടക്കാം. ഈ ഇതിൽ പറയുന്ന നമ്പർ 4 അക്ക നമ്പറാണ് ഞാൻ പറയുന്നത്. 4 അക്ക നമ്പർ. ആ നമ്പർ നിങ്ങൾ കുറിച്ചെടുത്തോളൂ. ആ നമ്പർ നിങ്ങൾ കുറിച്ചെടുക്കണം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന നമ്പർ 0235. ഞാനൊന്നുകൂടി പറയാം, 0235. ഈ 4 അക്ക നമ്പർ. ഇനി അടുത്ത 4 അക്ക നമ്പർ പറയാം, 1714. 1714. അടുത്ത നമ്പർ പറയാം, 2307. 2307. അടുത്ത നമ്പർ പറയാം, 3752. 3752. അടുത്ത നമ്പർ 4171. 4171. അടുത്ത നമ്പർ 5326. 5326. ഇനി അടുത്ത നമ്പർ 6944. 6944. 7172. 7172. 8459. 8459. അടുത്ത നമ്പർ 9183. 9183. 9475. 9475. ഈ 11 നമ്പറാണ് ഞാനിവിടെ പറഞ്ഞത്. 4 അക്കമുള്ള 11 നമ്പർ. ഈ 11, 1 2 3 4 5 6 7 8 9 10, അതെ 11 നമ്പറാണ്. ഈ 11 നമ്പറിൽ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ആ ഒരു ഉദ്ദേശം അനുസരിച്ച്, നിങ്ങളുടെ മനസ്സിലെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ഈ ഇട്ടിരിക്കുന്ന 4 അക്ക നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 5000 രൂപ ഈ നമ്പറിന് അടിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഈ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥിരമായി എടുത്തൊന്ന് പരീക്ഷിക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഈ ആഴ്ചയിൽ മാത്രമുള്ള സ്പെഷ്യൽ നമ്പർ അല്ല. ഈ നമ്പർ നിങ്ങൾക്ക് സ്ഥിരമായി എടുത്ത് പരീക്ഷിക്കാവുന്ന ഒരു നമ്പർ ആണിത്. ഒരു പ്രാവശ്യം എടുത്ത് കിട്ടിയില്ല എങ്കിൽ വീണ്ടും വീണ്ടും സ്ഥിരമായി എടുത്താൽ നിങ്ങൾക്കത് ഒരു പ്രാവശ്യമെങ്കിലും അടിക്കാൻ സാധ്യതയുള്ള ഒരു നമ്പറാണിത്. പിന്നെ അതുകൂടാതെ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം, അത് വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാത്ത ദിവസങ്ങളൊക്കെ എടുക്കാമല്ലോ, അല്ലാതെ വ്യാഴാഴ്ച തന്നെ എടുക്കണമെന്നുള്ള നിർബന്ധമില്ല. എന്നാൽ വ്യാഴാഴ്ച ദിവസം എടുത്താൽ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് പറയാം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം.
കാരണം വേഴം എന്ന ഗ്രഹത്തിന്റെ ദേവനാണ് അത് കൃഷ്ണൻ മഹാവിഷ്ണു, വേഴത്തിന്റെ ദേവനാണ്. അപ്പൊ വേഴഗ്രഹം ആരാണ്? ധനകാരകനാണ്, ധനത്തിന്റെ ആളാണ്. അപ്പോ അതുകൊണ്ടാണ് വേഴഗ്രഹത്തിന്റെ ദേവന്മാർക്ക്, അതായത് കൃഷ്ണനോ വിഷ്ണുവിനോ വഴിപാട് നടത്തി പ്രാർത്ഥിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ലോട്ടറി എടുക്കാം എന്ന് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും വ്യാഴാഴ്ച വരെ കാത്തിരിക്കാനോ അല്ലെങ്കിൽ ഇഷ്ട നമ്പർ കിട്ടിയാൽ അത് ഞാൻ വ്യാഴാഴ്ച എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചാൽ അവര് നമുക്ക് വേണ്ടി ചിലപ്പോൾ അത് വെച്ചൊന്നും വരില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് അത് എടുക്കാം. അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ വഴിപാട് നടത്തി പ്രാർത്ഥിച്ച് ലോട്ടറി എടുക്കാവുന്നതാണ്. കാരണം വേഴം ഇങ്ങനെ ധനകാരകനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ എല്ലാ ആഴ്ചയിലും പോലെ ഞാൻ ഈ ആഴ്ചയിലും ലോട്ടറി നമ്പർ ഇടുന്നുണ്ട്, ഇട്ടതാണ്. അപ്പൊ ഈ നമ്പർ നിങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കാവുന്ന ഒരു നമ്പർ കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഈ വിഷയം ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ലോട്ടറി കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.